أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മറ്റു സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പഠിക്കുക എന്ന സദുദ്ദേശത്തോടുകൂടെ നമ്മൾ ആരംഭിച്ച ഹദീസ് പഠന ക്ലാസ് ഇന്ന് ഏകദേശം 49-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 48 ദിവസങ്ങളിലും നമ്മൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത്തായ ഗ്രന്ഥമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം, ദീൻ പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും തന്നെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും സമയം കണ്ടെത്തണം, അതല്ല സമയമുണ്ടാക്കണം എന്ന് തന്നെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ സമയമില്ല എന്ന് പറയാറുണ്ടെങ്കിലും നമുക്ക് അവരോട് പറയാനുള്ളത് ഒരിക്കലും സമയം പോകുകയോ വരികയോ ചെയ്യുന്നില്ല, സമയം ഉണ്ടാകുകയോ ചെയ്യുന്നില്ല, സമയം ഉണ്ടാക്കലാണ്. ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണുള്ളത്. അത് ഒരിക്കലും തന്നെ 48 മണിക്കൂറോ 28 മണിക്കൂറോ 30 മണിക്കൂറോ ആകുന്നില്ല. അതുകൊണ്ട് 24 മണിക്കൂറിൽ നിന്ന് തന്നെ നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് ദീൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നാം സമയം ചെലവഴിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു ബാബായിരുന്നു, ധർമ്മയുദ്ധത്തെക്കുറിച്ച് പറയുന്ന ബാബ്. അതിൻ്റെ തുടർച്ചയെന്നോളം നമുക്ക് അത് പറയുകയും അതിനോടൊപ്പം തന്നെ രക്തസാക്ഷികൾക്ക് ലഭിക്കുന്ന മഹത്വങ്ങളെക്കുറിച്ചും നമ്മോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. റിയാദുസ് സ്വാലിഹീനിലെ 1319 ഹദീസ് മുതൽ ഇനി നമുക്ക് തുടങ്ങാനുള്ളത്. സഹോദരങ്ങളെ, ചിന്തിക്കുക. നാം നേരെ ഹദീസിലേക്ക് പ്രവേശിക്കുകയാണ്. 1319 ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം. ഒരിക്കൽ ഹാരിസ് ഇബ്നു സുറാഖയുടെ മാതാവ് ഉമ്മു റബീഅ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ഹാരിസയുടെ വർത്തമാനം എന്താണെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും. ബദർ ദിനത്തിൽ വധിക്കപ്പെട്ടതാണ് അവർ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു കൊള്ളാം, അല്ലെങ്കിൽ കഴിയുന്നത്ര കരയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാരിസയുടെ മാതാവേ, സ്വർഗത്തിൽ അനേകം പൂങ്കാവനങ്ങളുണ്ട്. നിന്റെ മകന് അത്യുന്നതമായ പൂങ്കാവനമാണ് ലഭിച്ചിട്ടുള്ളത്. ബുഖാരി 6:20-21 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആരാണ് ഹാരിസ് റളിയല്ലാഹു അൻഹു എന്നറിയുമോ? ബദർ യുദ്ധത്തിൽ അമ്പേറ്റാണ് ഹാരിസ് മരണപ്പെട്ടത്. ഫിർദൗസ് അൽ അഅ്ല, സ്വർഗത്തിലെ ഉന്നത ഭാഗമാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി കരയിൽ പ്രാചീന ആചാരമായിരുന്നു. ഇസ്ലാം അത് വിലക്കിയിട്ടുണ്ട്. അതാണ് കരയുമെന്ന് പറഞ്ഞത്.
ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് പഴയ ആളുകളൊക്കെ പഴയ പ്രാചീനമായിരിക്കുന്ന ആചാരമായിരുന്നു അലമുറയിട്ട് കരയുന്ന ഒരു സമ്പ്രദായം. അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, ബദറിൽ മരണപ്പെട്ട ഹാരിസ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചത് സ്വർഗത്തിലെ പൂങ്കാവനമാണ്, അതും അത്യുന്നതമായ പൂങ്കാവനമാണ് ലഭിച്ചതെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, എൻ്റെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൃതദേഹം അംഗവിച്ഛേദം ചെയ്യപ്പെട്ട നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ആ മുഖത്തിൽ നിന്ന് വസ്ത്രം നീക്കി കരയാൻ തുടങ്ങി. ജനങ്ങൾ എന്നെ അതിൽ നിന്ന് വിലക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മലക്കുകൾ അവരുടെ ചിറകുകൾ വിടർത്തി അദ്ദേഹത്തിന് തണലിട്ട് കൊണ്ടിരിക്കുകയാണ്. ബുഖാരി 6:24, മുസ്ലിം 2471 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രക്തസാക്ഷിയായി മരിക്കാൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ആവശ്യപ്പെടുന്നവരെ വെറുപ്പിൽ കിടന്ന് മരിച്ചാലും അല്ലാഹു രക്തസാക്ഷിയുടെ പദവികളിലേക്ക് ഉയർത്തുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്? രക്തസാക്ഷിയായി മരിക്കാൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമായി ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ആത്മാർത്ഥമായി ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ. സഹോദരങ്ങളെ ചിന്തിക്കുക, വിരിപ്പിൽ കിടന്നാണ് അവൻ മരിച്ചതെങ്കിലും അവൻ തന്റെ സ്വന്തം കുടിലിലെ ഏറ്റവും സുരക്ഷിതമായ വിരിപ്പിൽ കിടന്നാണ് അവൻ മരിച്ചതെങ്കിലും അവന് രക്തസാക്ഷിയുടെ പദവിയിലേക്ക് ഉയർത്തുന്നതാണെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി. മുസ്ലിം 1909 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി രക്തസാക്ഷിത്വം ആവശ്യപ്പെടുന്നവർക്ക് അത് സാധ്യമായില്ലെങ്കിലും അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. മുസ്ലിം 1908 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഉറുമ്പ് കടി അനുഭവപ്പെടുന്നത് പോലെ മാത്രമേ രക്തസാക്ഷിക്കും അത് മരണവേദന അനുഭവപ്പെടുകയുള്ളൂ. തിർമിദി 1688 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഉറുമ്പുകടി അനുഭവപ്പെടുന്നത് പോലെ മാത്രമേ രക്തസാക്ഷിക്ക് മരണവേദന ഉണ്ടാകുകയുള്ളൂ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നു. 1668 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, ശത്രുക്കളുമായി ഏറ്റുമുട്ടിയ ഒരു സന്ദർഭം സൂര്യാസ്തമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പ്രസംഗിച്ചു. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ശത്രുക്കളെ നേരിടാൻ മോഹിക്കരുത്. അല്ലാഹുവിനോട് നിങ്ങൾ സുഖം തേടുക. അവർ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക. വാളുകളുടെ തണലിൽ സ്വർഗമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. പിന്നീട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും മേഘങ്ങളെ ചലിപ്പിക്കുകയും ശത്രുപക്ഷത്തെ തുരത്തുകയും ചെയ്യുന്ന നാഥ, നീ ഇവരെ തുരത്തുകയും ഇവർക്കെതിരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ബുഖാരി 6:85 മുസ്ലിം 1742 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂൽ യുദ്ധക്കളത്തിൽ പോലും പ്രസംഗിച്ചത് എന്താണ്? യുദ്ധക്കളത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുന്നത് എന്താണെന്നറിയുമോ? ജനങ്ങളെ, നിങ്ങൾ ശത്രുക്കളെ നേരിടാൻ മോഹിക്കരുത് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ യുദ്ധക്കളത്തിൽ പോലും പ്രസംഗിച്ചതെങ്കിൽ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക, ശത്രുക്കളുമായി ഏറ്റുമുട്ടാനല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ താല്പര്യം. ശത്രുക്കളുമായിട്ട് രമ്യമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാനാണ് താല്പര്യം. പിന്നെ ഗതികെട്ടാൽ പിന്നെ യുദ്ധം ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് യുദ്ധം ചെയ്യുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കുക, അതാണ് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമതം. ഇസ്ലാമതത്തിൽ തീവ്രവാദമില്ല, ഇസ്ലാമതത്തിൽ ഭീകരവാദമില്ല. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, യുദ്ധക്കളത്തിൽ പോലും ശത്രുക്കളുമായിട്ട് നേരിടാൻ മോഹിക്കരുതെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരന്മാരോട് പ്രസംഗിക്കുമ്പോൾ ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എന്തിനാണ് സഹോദരങ്ങളെ നിങ്ങൾ ശത്രുക്കളെ വകവരുത്താൻ വേണ്ടി തീവ്രവാദം പ്രചരിപ്പിക്കുന്നത്? എന്തിനാണ് സഹോദരങ്ങളെ നിങ്ങൾ ശത്രുക്കൾക്കെതിരെ ശത്രുക്കളെ
നിരപരാധികളായ ആളുകളെ വകവരുത്താൻ വേണ്ടി തീവ്രവാദവും വർഗീയവാദവും പ്രചരിപ്പിക്കുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധകളത്തിൽ പോലും പറഞ്ഞത് നിങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ മോഹിക്കരുതെന്നാണ്. എന്നാൽ നിങ്ങൾ രക്തസാക്ഷിയാവാൻ മോഹിച്ചോളൂ, അതിന് പ്രശ്നമില്ല, അത് പ്രശ്നമില്ല എന്നും അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ. ജീവൻ ഇസ്ലാമിന് വേണ്ടിയിട്ട് ജീവൻ നൽകാൻ നിങ്ങൾ മോഹിച്ചാലും നിങ്ങൾ ഒരു പക്ഷേ മരണപ്പെട്ടത് സ്വന്തം വിരിപ്പിൽ വെച്ചാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യുന്നതമായ പദവി ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, നിങ്ങൾ ഒരിക്കലും തന്നെ രക്തസാക്ഷിയാവാൻ, നിങ്ങൾ ഒരിക്കലും തന്നെ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ മോഹിക്കരുത് എന്ന് അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ യുദ്ധക്കളത്തിൽ വെച്ച് പോലും പ്രസംഗിക്കുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക, സഹോദരങ്ങളെ ചിന്തിക്കുക, സഹോദരങ്ങളെ ചിന്തിക്കുക. വർഗീയതയും തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിന്റെ മാർഗമല്ല എന്ന ആ സന്ദേശം ഉൾക്കൊള്ളാൻ ഓരോ സഹോദരങ്ങളും മുന്നോട്ട് വരണമെന്ന് നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാം. സുഹൈൽ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 പ്രാർത്ഥനകൾ നിരസിക്കപ്പെടുകയില്ല, അഥവാ വളരെ അപൂർവമായി അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഒന്ന് ബാങ്കിന്റെ ഉടനെയുള്ള പ്രാർത്ഥനയാണ്, അതിലൊന്ന്. 2 യുദ്ധത്തിൽ ശത്രുക്കളോട് പോരടിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് രണ്ടാമത്തേത്. അബൂദാവൂദ് 2540 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രാർത്ഥന സ്വീകരിക്കാൻ അനേകമായിരം നിബന്ധനകളുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാകണം. മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ 2 സന്ദർഭങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറഞ്ഞു തന്നത്. ഒന്നേതാണ്, ഒന്ന് ബാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥന. അത് മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 2 ശത്രുക്കളുമായി യുദ്ധക്കളത്തിൽ പോരാടുമ്പോൾ, യുദ്ധക്കളത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന സമയത്തുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. അല്ലാഹുവിന്റെ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, അല്ലാഹുവേ, നീയാണ് എന്നെ താങ്ങുന്നതും സഹായിക്കുന്നതും, നിന്റെ സഹായത്തിലാണ് ഞാൻ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, നിന്റെ സഹായത്തിൽ മാത്രമാണ് ഞാൻ ശത്രുവിനോട് എതിർക്കുന്നത്, നിന്റെ സഹായം കൊണ്ട് തന്നെയാണ് പടക്കളത്തിൽ അടരാടുന്നതും. അബൂദാവൂദ് 2632 തിരുമതി 3584 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഭയന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ അവരുടെ നെഞ്ചുകളിലാക്കുന്നു, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു, അവരുടെ കുതന്ത്രങ്ങളിൽ നീ പരാജയപ്പെടുത്തേണമേ എന്നർത്ഥം. അബൂദാവൂദ് 1537 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم എന്ന പ്രാർത്ഥനയാണ് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിരുന്നതെന്ന് അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനം വരെ കുതിരയുടെ മൂർധാവിൽ നന്മ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബുഖാരി 640 മുസ്ലിം 1871 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉർവത്തുൽ ബാരിഖി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനം വരെ കുതിരയുടെ മൂർധാവിൽ നന്മ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പ്രതിഫലവും യുദ്ധത്തിനാൽ ആർജിക്കുന്ന സമ്പത്തുമാണത്. ബുഖാരി 642 മുസ്ലിം 1873 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും അവന്റെ വാഗ്ദാനങ്ങൾ അംഗീകരിച്ചുകൊണ്ടും ആരെങ്കിലും ദൈവമാർഗത്തിൽ ഒരു കുതിരയെ യുദ്ധത്തിന് വേണ്ടി ഒരുക്കി നിർത്തിയാൽ അത് തിന്നു വയർ നിറയ്ക്കുന്നതും ദാഹം തീർക്കുന്നതും കാഷ്ടിക്കുന്നതും മൂത്രിക്കുന്നതുമെല്ലാം അന്ത്യനാളിൽ അവന്റെ തുലാസിൽ ഭാരം തൂങ്ങുന്നതാണ്.
ബുഖാരി 6:43. ഇതെല്ലാം സുഹൃത്തുക്കളായി പരിഗണിക്കുന്നതാണ്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ ഒരു പെണ്ണൊട്ടകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ മാർഗത്തിലേക്കുള്ളതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്കതിന് പകരം അന്ത്യനാളിൽ കടിഞ്ഞാണിട്ട 700 പെണ്ണൊട്ടകങ്ങൾ ലഭിക്കുന്നതാണ്. മുസ്ലിം 1892 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉഖബ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ മിമ്പറിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശത്രുക്കൾക്കെതിരെ നിങ്ങളുടെ പരമാവധി കഴിവുകൾ സംഭരിക്കുക. അസ്ത്രവിദ്യയാണ് ശക്തി എന്ന് മനസ്സിലാക്കുക. അവിടുന്ന് ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. മുസ്ലിം 1917 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉഖബ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പല നാടുകളും നിങ്ങൾക്ക് അധീനമാക്കി തരും. അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് യുദ്ധം ആവശ്യമില്ലാതാക്കും. എങ്കിലും നിങ്ങൾ അസ്ത്രവിദ്യകൾ അപ്രാപ്തരാകരുത്. മുസ്ലിം 1918 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉഖബ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്പെയ്ത്ത് പഠിച്ച ശേഷം അത് ഉപേക്ഷിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല, അല്ലെങ്കിൽ പാപിയാണ്. മുസ്ലിം 1919 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഇതൊക്കെ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ അല്ലാഹു റസൂൽ പറഞ്ഞ ഹദീസുകളാണ്. യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ, യുദ്ധങ്ങളുടെ സമയങ്ങളിൽ, അതായത് മുസ്ലിങ്ങളുടെ അധീനതയിലാകാത്ത കാലഘട്ടത്തിൽ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ പെട്ടുപോയിരുന്ന കാലഘട്ടത്തിൽ, ശത്രുക്കളുടെ ശത്രുതയിൽ ആയിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അല്ലാഹു റസൂൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉള്ള ഇത്തരം ഹദീസുകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. അത്തരം ഹദീസുകളാണ് ഇവിടെ. അതിന്റെ തെളിവാണ് ഇത്. ഉഖബ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പല നാടുകളും നിങ്ങൾക്ക് അധീനമാക്കി തരും. അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് യുദ്ധം ആവശ്യമില്ലാതാക്കും. അതായത് യുദ്ധം ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമെന്ന് സാരം. അഥവാ ശത്രുക്കളെല്ലാവരും തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ശത്രുക്കൾ മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറാത്തൊരവസ്ഥയുണ്ടാകും. അത്തരം അവസ്ഥകൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് യുദ്ധമില്ലാതാകുന്ന ഒരവസ്ഥയുണ്ടാകും. നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അസ്ത്രം കാരണം 3 പേരെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഒന്ന് അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് സദുദ്ദേശത്തോടെ അതുണ്ടാക്കിയവൻ, 2 ഇത് വിടുന്നവൻ, 3 പടയാളിയെ ഒരുക്കി അയക്കുന്നവൻ, അമ്പെടുത്ത് കൊടുക്കുന്നവൻ. അതിനാൽ നിങ്ങൾ അമ്പെയ്യുകയും വാഹനത്തിലേറുകയും ചെയ്യുക. സവാരിയേക്കാൾ അസ്ത്രാഭ്യാസമാണ് എനിക്കിഷ്ടം. പരിശീലനം നേടിയ ശേഷം അതിനെ അവഗണിച്ച് ഉപേക്ഷിച്ചവൻ ഒരു അനുഗ്രഹത്തെയാണ് കൈവടിഞ്ഞത്, നിഷേധിച്ചത്. അബൂ ദാവൂദ് 2513 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സലമാറിയുള്ള നിവേദനം, അമ്പെയ്ത്ത് മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംഘത്തിന്റെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയപ്പോൾ പറഞ്ഞു, ഇസ്മായിൽ സന്തതികളെ, നിങ്ങൾ അമ്പെയ്ത്ത് നടത്തുക. നിങ്ങളുടെ പിതാവ് അസ്ത്രാഭ്യാസിയായിരുന്നു. ബുഖാരി 6:295 296 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അംർ റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിന്റെ മാർഗത്തിൽ ശത്രുവിനെതിരെ നിങ്ങളൊരു അമ്പെയ്താൽ അത് ഒരടിമയെ സ്വതന്ത്രമാക്കിയതിന് തുല്യമാണ്. അബൂ ദാവൂദ് 3965 തിർമിദി 1637 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖുറൈം റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെലവഴിച്ചാൽ 700 ഇരട്ടി പ്രതിഫലം രേഖപ്പെടുത്തും. തിർമിദി 1625 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ച വ്യക്തിയെ ആ നോമ്പ് കാരണം അല്ലാഹു നരകത്തിൽ നിന്ന് 70 വർഷം സഞ്ചരിച്ചാൽ എത്താവുന്നത്ര ദൂരം അകലെയാക്കും. ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തില് അഥവാ യുദ്ധരംഗത്ത് ഒരു ദിവസം നോമ്പനുഷ്ഠിച്ച വ്യക്തിയെ ആ നോമ്പ് കാരണം അല്ലാഹു നരകത്തിൽ നിന്ന് 70 വർഷം സഞ്ചരിച്ചാലെത്താവുന്നത്ര ദൂരം അകലെയാക്കും. ബുഖാരി 6:35 മുസ്ലിം 1153 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധരംഗത്ത് ആരെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു അവനും നരകത്തിനും ഇടയിൽ ആകാശഭൂമിയുടെ ഇടയിലുള്ള അത്ര അകലമുണ്ടാക്കും. തിർമിദി 1624 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധവേളയിൽ യുദ്ധം ചെയ്യുകയോ യുദ്ധം സംബന്ധമായി ഒന്നും ചിന്തിക്കുകയോ ചെയ്യാതെ മരണപ്പെടുന്നവൻ കപട വിശ്വാസത്തിന്റെ ഒരു അംശവുമായാണ് മരണപ്പെടുന്നത്. മുസ്ലിം 1910 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യുദ്ധക്കളത്തിലായിരിക്കെ അവിടുന്ന് പറഞ്ഞു, മദീനയിൽ ചിലരുണ്ട്, നിങ്ങൾ കാൽനടയായി യാത്ര ചെയ്താലും മലമടക്കുകൾ ഭേദിച്ചു കടന്നാലും യുദ്ധത്തിൽ പങ്കെടുക്കാത്ത അവരും പ്രതിഫലത്തിൽ നിങ്ങളുടെ പങ്കാളികളാണ്. പ്രതിബന്ധം തടഞ്ഞു വെച്ചിരിക്കുന്നവരാണവർ. ബുഖാരി 6:34-35 മുസ്ലിം 1911 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിബന്ധങ്ങളില്ലെങ്കിൽ അവർ യുദ്ധത്തിൽ പങ്കുകൊള്ളുമായിരുന്നു. നിഷ്കളങ്കത കാരണം പടയാളികളുടെ പ്രതിഫലം അവർക്കും ലഭിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, യുദ്ധസമ്പത്ത്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, ധീരത, ആഭിജാത്യം എന്നിവയുടെ പ്രദർശനം, വിദ്വേഷം തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് ഈ പലരും യുദ്ധം ചെയ്യുന്നത്. ഇവരിൽ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ വചനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവൻ. ബുഖാരി 6:21-22 മുസ്ലിം 1904 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയോ അല്ലാതെ യുദ്ധത്തിൽ പങ്കെടുത്ത് പോരാടി യുദ്ധമുതലുമായി തിരിച്ചു വരുന്നവർ പ്രതിഫലത്തിന്റെ 2 ഭാഗം നേടിക്കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയോ അല്ലാതെയോ യുദ്ധം ചെയ്ത് പരാജയപ്പെടുകയും മരണമോ പരിക്കോ ഏറ്റു വിപത്തിനിരയാവുകയും ചെയ്യുന്നവർക്ക് പരലോകത്ത് പ്രതിഫലം പൂർണ്ണമായി ലഭിക്കും. മുസ്ലിം 154-ലും 1906-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിന്റെ തിരുദൂതരെ, എനിക്ക് സ്വദേശം വിട്ടുപോകാൻ സിയാഹത്ത് അനുവാദം തരണം എന്നൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. എൻ്റെ സമുദായത്തിന് സിയാഹത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മയുദ്ധമാണ് എന്നായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം അബൂ ദാവൂദ് 2486 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സുഖാനുഭൂതികൾ വെടിഞ്ഞ് കാട് കയറുന്നതിനേക്കാൾ ഉത്തമം ധർമ്മയുദ്ധമാണെന്ന് സാരം. സഹോദരങ്ങളെ, ചിന്തിക്കുക. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധം കഴിഞ്ഞുള്ള തിരിച്ചുവരവ് യുദ്ധത്തിന് പോകുന്നത് പോലെ തന്നെ പ്രതിഫലാർഹമാണ്. അബൂ ദാവൂദ് 2487 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സാഹിബ് റളിയല്ലാഹു അൻഹു നിവേദനം, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ജനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരേറ്റ് സ്വീകരിച്ചു. മദീനയ്ക്ക് സമീപമുള്ള സനിയത്തുൽ വിദായിൽ വെച്ച് കുറെ കുട്ടികളോടൊപ്പം ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരേറ്റു. അബൂ ദാവൂദ് 2779 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. യാത്ര കഴിഞ്ഞു വരുന്നവരെ സ്വീകരിക്കലും അനുമോദിക്കലും ഉത്തമമായ കാര്യമാണെന്ന് ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധർമ്മയുദ്ധം ചെയ്യാനോ യോദ്ധാവിനെ ഒരുക്കി അയക്കാനോ അവന്റെ കുടുംബത്തിൽ നല്ല നിലയിൽ പ്രതിനിധിയായി വർത്തിക്കാനോ തയ്യാറാവാത്തവർ അന്ത്യനാളിന് മുമ്പായി വൻ വിപത്ത് നേരിടുന്നതാണ്. അബൂ ദാവൂദ് 2503 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അധരങ്ങൾ കൊണ്ടും ബഹുദൈവ വിശ്വാസികൾക്കെതിരെ ധർമ്മയുദ്ധം ചെയ്യുവേൻ. അബൂ ദാവൂദ് 2504 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നുഅ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പകലിന്റെ ആദ്യ സമയത്ത് യുദ്ധം ആരംഭിച്ചില്ലെങ്കിൽ മധ്യത്തിൽ നിന്ന് സൂര്യൻ നീങ്ങുകയും കാറ്റടിക്കുകയും സഹായം ലഭിക്കുകയും അനുകൂലാവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നത് വരെ അവിടുന്ന് യുദ്ധം നീട്ടിവെച്ചിരുന്നു. തിർമിദി 1613, അബൂ ദാവൂദ് 2685 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ കൊതിക്കരുത്. അള്ളാഹുവിനോട് നിങ്ങൾ സുഖം ചോദിക്കുക. അവരുമായി ഏറ്റുമുട്ടിയാൽ ആത്മസംയമനം പാലിക്കുക. ബുഖാരി 6:85 മുസ്ലിം 1742 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധം ഒരു കുതന്ത്രമാണ്. മുസ്ലിം 1739 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക.
യുദ്ധത്തെ ആഗ്രഹിക്കരുതെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന. ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അഥവാ ഏറ്റുമുട്ടേണ്ടി വന്നാലും നിങ്ങൾ ആത്മസംയമനം പാലിക്കണമെന്ന് അള്ളാഹിന്റെ തിരുദൂതർ നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. ഇസ്ലാം എത്രത്തോളം ശാന്തിയുടെ മതമാണ്, സമാധാനത്തിന്റെ മതമാണെന്ന്. അധ്യായം 235 രക്തസാക്ഷികളെ കുറിച്ച് പറയുന്ന ബാബാണ് രക്തസാക്ഷികൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 വിഭാഗം ശുഹദാക്കളുണ്ട്. 1 വിശൂചിക ബാധിച്ച് മരണപ്പെട്ടവര്, പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ടവർ ശുഹദാക്കളിൽ പെടുന്നതാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 2 ഉദരസംബന്ധമായ രോഗത്താൽ മരണപ്പെട്ടവര്, ഉദരസംബന്ധമായ വയറസംബന്ധമായ രോഗങ്ങളാൽ മരണപ്പെട്ടവര് ശുഹദാക്കളുടെ ഗണത്തിൽപ്പെടുന്നു. സ്ത്രീകള് ഗർഭസംബന്ധമായ അസുഖങ്ങളാൽ മരണപ്പെടുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടില്. സഹോദരങ്ങളെ അവർക്ക് ശുഹദാക്കളുടെ പദവി ലഭിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 3 മുങ്ങി മരിച്ചവര്, വെള്ളത്തിൽ വീണ് മരിച്ചവർ, മുങ്ങി മരിച്ച ആളുകള് ശുഹദാക്കളുടെ പദവിയിൽപ്പെടുന്നു. 4 ആകസ്മികമായി വല്ലതും പൊളിഞ്ഞു വീണ് മരണമടഞ്ഞവര്, വല്ല അപകടങ്ങളും സംഭവിച്ചുകൊണ്ട് പെട്ടെന്ന് മരിച്ചവര്, അവരും ശുഹദാക്കളുടെ ഗണത്തിൽപ്പെടുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധത്തിൽ രക്തസാക്ഷിയായവരെ ബുഖാരി 6:32 33 മുസ്ലിം 1914 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. 5 വിഭാഗം ശുഹദാക്കളുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ ചിന്തിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, ആരെയാണ് നിങ്ങൾ ശുഹദാക്കളായി കാണുന്നത്? അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെയാണ് ഞങ്ങൾ അങ്ങനെ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ സമുദായത്തിൽ രക്തസാക്ഷികൾ വളരെ വിരളമായിരിക്കും എന്നവിടുന്ന് പറഞ്ഞു. പിന്നെ ആരൊക്കെയാണ് രക്തസാക്ഷികൾ എന്ന് സഹാബികൾ തിരിച്ചു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീരമൃത്യു മരിച്ചവർ ഷഹീദ് തന്നെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഏത് കാരണത്താലും മരണപ്പെട്ടവരും ഷഹീദാണ്. പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ടവരും ഉദരസംബന്ധമായ രോഗത്താൽ മരണപ്പെട്ടവരും ഷഹീദാണ്. മുങ്ങി മരിച്ചവരും ഷഹീദ് തന്നെ. മുസ്ലിം 1915 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ സമ്പത്തിന്റെ സംരക്ഷണ ശ്രമത്തിൽ വധിക്കപ്പെട്ടവൻ ഷഹീദാണ്. ബുഖാരി 5:88 മുസ്ലിം 141 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു നിവേദനം, സ്വർഗാവകാശി എന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ സമ്പത്തിന് വേണ്ടി സംരക്ഷണാർത്ഥം വധിക്കപ്പെട്ടവൻ ഷഹീദാണ്. തന്റെ രക്തത്തിന് മുമ്പിൽ ജീവ സംരക്ഷണാർത്ഥം വധിക്കപ്പെട്ടവനും ഷഹീദാണ്. മതത്തിന് വേണ്ടി വധിക്കപ്പെട്ടവനും ഷഹീദാണ്. കുടുംബത്തിന് മുമ്പിൽ സംരക്ഷണാർത്ഥം വധിക്കപ്പെട്ടവനും ഷഹീദ് തന്നെ. അബൂ ദാവൂദ് 4772 തിർമിദി 1421 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ആരെങ്കിലും ഒരാളിന്റെ സമ്പത്ത് പിടിച്ചെടുക്കുവാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് പറഞ്ഞു, നീ അത് വിട്ടു കൊടുക്കരുത്. അവർ എന്നോട് പോരാടിയാലോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ, നീ അവരോടും പോരാടുക എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. അയാൾ തുടർന്ന് ചോദിച്ചു, റസൂലേ, അപ്പോൾ അവൻ എന്നെ കൊന്നു കളഞ്ഞാലോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ നീ ഷഹീദാണ്. ഇനി ഞാൻ അവനെ കൊന്നാലോ എന്ന് അയാൾ വീണ്ടും ചോദിച്ചു. അപ്പോൾ അവൻ നരകത്തിലാണെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. മുസ്ലിം 140 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആകസ്മിക മരണം, തീപ്പൊള്ളല്, പാമ്പുകടി, വിഷബാധ, വിശപ്പ്, ദാഹം, ഭ്രാന്ത്, പ്രസവം, ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിലുള്ള സത്യപ്രഖ്യാപനം, വാർദ്ധക്യ സഹജമായ രോഗം, പ്ലേഗ്, ന്യൂമോണിയ, കടം, വന്യമൃഗങ്ങളുടെ ഉപദ്രവം, ആശ്രിതരുടെ ജീവരക്ഷാർത്ഥമുള്ള പോരാട്ടം തുടങ്ങിയ കാരണങ്ങളാൽ മരണപ്പെട്ടവർക്കും മതവിദ്യാഭ്യാസ ഘട്ടത്തിൽ മരണപ്പെട്ടവർക്കും രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ട്. സഹോദരങ്ങളെ ചിന്തിക്കുക. ഇത്തരം മരണങ്ങളൊക്കെ രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലമുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമ്മുടെ സമ്പത്തിൽ ആരെങ്കിലും കൈകടത്താൻ വന്നാൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും കൈകടത്താൻ വന്നാലും നമ്മൾ അവരെ ഇട്ടേച്ചു കൊണ്ട് ഓടരുത്.
അവരെ ഇട്ടേച്ചുകൊണ്ട് ഓടാൻ പാടില്ല. അവിടെ മരണഭയം ഉണ്ടായിക്കൊണ്ട് നമ്മൾ ഓടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവരോടുമായി എതിർത്ത് നിൽക്കണം. അങ്ങനെ നമ്മളവിടെ മരണപ്പെട്ടാൽ നമുക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷണവും നമ്മുടെ സമ്പത്തിന്റെ സംരക്ഷണവും നമ്മുടെ കൈകളിലാണെങ്കിൽ ആ കൈകളിൽ നാം ഷഹീദിന്റെ കൂലി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ഷഹീദിന്റെ കൂലി ഏറ്റുവാങ്ങണം. ഒരിക്കലും തന്നെ അത് ഇട്ടേച്ച് ഓടരുത്. ഭീരുവിനെ പോലെ ഓടിയാൽ അത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലെന്ന് നമുക്ക് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക. അപകടമരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അലമുറയിട്ട് കരയുന്നത്? അലമുറയിട്ട് കരയേണ്ട ആവശ്യമില്ല. അവർ ഷഹീദായിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നവർ ഷഹീദാണെന്ന്. അവൻ ഷഹീദാണെങ്കിൽ സഹോദരങ്ങളെ, അവൻ ശുഹദാവിന്റെ ഗുണത്തിൽപ്പെടുമെങ്കിൽ നമ്മൾ എന്തിനാണ് അലമുറയിട്ട് കരയുന്നത്? അപകടമരണങ്ങളൊക്കെ ഷഹീദിന്റെ ഗണത്തിൽപ്പെടുകയാണെങ്കിൽ സഹോദരങ്ങളെ, അപകടമരണങ്ങൾ എന്ന് പറയുമ്പോൾ ചില മരണങ്ങൾ, എല്ലാ മരണങ്ങളുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മരണങ്ങൾ, നേരിട്ട് പറഞ്ഞ മരണങ്ങൾ, ആകസ്മികമായി വല്ലതും പൊളിഞ്ഞു വീണ് മരണമടഞ്ഞവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ ധർമ്മയുദ്ധത്തിൽ രക്തസാക്ഷിയായവരെ, മുങ്ങി മരിച്ചവർ, വെള്ളത്തിൽ വീണ് മരിച്ചവരൊക്കെ, ഉദരസംബന്ധമായ രോഗത്താൽ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു ഷഹീദിന്റെ കൂലി നൽകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം നമുക്കെല്ലാവർക്കും വർഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കേട്ടതും പറഞ്ഞതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം സമാധാനപ്രിയനായിരുന്നു എന്ന് ഒരു യുദ്ധത്തിനെ കുറിച്ചുള്ള ബാബിൽ പോലും അത് നമുക്ക് വ്യക്തമാകുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാർഗത്തിലേക്ക് കടന്നു വരിക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലേക്ക് കടന്നു വരിക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരിക. സഹോദരങ്ങളെ, ആ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ ദീനിനെ മുറുകെ പിടിക്കാൻ ഓരോ സഹോദരങ്ങളും തയ്യാറാകുക. നമ്മൾ ഈ കേട്ടതും പറഞ്ഞതുമൊക്കെ, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും ദീനീ പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ നമ്മുടേതായ കഴിവുകൾ പുലർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും തുടരാവുന്നതാണ് ക്ലാസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിക്കുക, ദീനിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടു കൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.